Slowly. നമ്മുടെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അത് ക്ലാസ് മിസ്സായാലും തോന്നിയിട്ടില്ല, പങ്കെടുക്കാൻ കഴിയാത്ത, എൻട്രി ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്. നെറ്റ്വർക്കിന്റെ പ്രശ്നം, അതിനാണ് നമ്മളിത് വിടുന്നത്. പക്ഷെ അതിലേറെ പ്രാധാന്യം എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്ത് കാണാം. അതുകൊണ്ടാണ് എന്നുകൂടെ മനസ്സിലാക്കുക. ഒരൊറ്റ റീസൺ അല്ല, അത് അവർക്കില്ല, കണ്ടവർക്കില്ല എന്നല്ല, എല്ലാവർക്കും ഇല്ലാണ് കേട്ടോ. അപ്പോ നമ്മളിവിടെ ഫസ്റ്റില് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എന്താണ്, ഈ ഒരു ക്ലോസ്ഡ് ക്വാഡ്രിലേറ്റർ ആണ് അല്ലെ. ഈ ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്വാഡ്രിലേറ്ററിന്റെ ഈ ഫിഗർ കണ്ടിട്ട്, ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ്, അതൊരു സാമാന്തരികാണ്. അതൊരു സാമാന്തരികാണ് ആണ് കേട്ടോ. അപ്പോ അതൊരു സാമാന്തരികാണ്. ആ സാമാന്തരികത്തിന് അതല്ലേ ഈ പാരലലോഗ്രാം, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അല്ലെ, പാരലലോഗ്രാം. ഈ പാരലലോഗ്രാമിന് പ്രത്യേകതകൾ നമ്മള് 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമ്മളിപ്പോ 8ാം ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചു. ഈ ഈക്വൽ ട്രയാങ്കിൾസ് പ്രിൻസിപ്പിള് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും? പാരലലോഗ്രാമിന്റെ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് പാരലൽ ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നു? അപ്പൊ ഞാന് ഇതിനൊരു പേര് ഇടാൻ പോവാണ്. എ ബി സി ടി. ഇനി നമ്മള് ഈ ഇതൊരു എന്താണ്, ഒരു ക്വാഡ്രിലേറ്റർ ആണ്. ഈ ക്വാഡ്രിലേറ്റർ ആണ് പാരലലോഗ്രാമാണ്. ഈ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഓപ്പോസിറ്റ്, അതിനാണുള്ള പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈന്, ഈ എ സി എന്ന് പറയുന്ന ആ ലൈനിന് പറയുന്ന പേരെന്താണ്? ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഒരു കോർണറിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുന്ന വരക്ക് പറയുന്ന പേരെന്താണ്? ആ ലൈനിന് പറയുന്ന പേര് ഡയഗണൽ അഥവാ വികർണം. ഡയഗണൽ അഥവാ വികർണം. അപ്പോ വികർണം ആണെങ്കിൽ ഇവിടെ എ സി എന്താണ്? വികർണാണ്. എ സി വികർണാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈന്, അതായത് ഇത് രണ്ടും പാരലൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ലൈന് വരച്ചാല് ഈ ആംഗിളും എന്ത് ആംഗിൾ ആയിരിക്കും? പറഞ്ഞു. അതായത് അതെന്ത് ആംഗിൾ ആയിരിക്കും? ക്രോസ് ചെയ്യണ ലൈനിനെ ഇന്റർസെക്ട് ചെയ്യണ ലൈനിന്റെ ഡിഫറെന്റ് ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള ആ ആംഗിൾസിന്, ആ പെയറിന് പറയുന്ന പേരാണ് എന്ത്? ആൾട്ടർനേറ്റ് ആംഗിൾസ്. 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ തുല്യമായിരിക്കും. അപ്പോ ഈ ആംഗിളും മറുകോണുകളാണെങ്കിൽ, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു പെയറാണ് ഈ ആംഗിളും. അതും എന്താണ്? മറുകോണാണ്. അപ്പൊ ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും. സിമ്പിളാ. ഈ രണ്ടും മറുകോണാണ്, മനസ്സിലായോ? അപ്പൊ അത് തുല്യായിരിക്കും, മറുകോണുകള് തുല്യായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക നമ്മൾ. ഇപ്പൊ ഈ ഒരു
പാരലലോഗ്രാമില് ഈ രണ്ട് ട്രയാങ്കിളും എടുക്കും. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താവും? അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് നോക്കുക. എന്തൊക്കെയാണ് ഫസ്റ്റ്, അതിന് രണ്ടിനും ഈക്വൽ ആയിട്ട് ഒരു സൈഡ് ഉണ്ട്. രണ്ടിനും ഈക്വൽ ആയിട്ട് ഒരു സൈഡ് ഉണ്ട്. മറ്റൊന്നും നമുക്ക് അറിയില്ല, ഇപ്പൊ അറിയില്ല. ഈക്വൽ ആയിട്ട് ഒരു സൈഡ് ഉണ്ട്. ആ സൈഡ് ഏതാ? ദാറ്റ് ഈസ് കോമൺ. അത് പൊതുവാണ്. അതായത് ഈ ഒരു ADC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ADC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു സൈഡാണ് ആര്? AC. കോമൺ ആയിട്ടുള്ള സൈഡാണ് AC. അപ്പൊ അത് ഈക്വൽ സൈഡാണ്. രണ്ട് ട്രയാങ്കിളിന്റെയും ഈക്വൽ സൈഡാണ്. അതേപോലെ തന്നെ ആ ഈക്വൽ സൈഡിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസ് എടുക്കുക. ഈ ഈക്വൽ സൈഡ് ഏസിന്റെ ഈ ട്രയാങ്കിളിന്റെ എൻഡിലുള്ള ആംഗിൾസ് ആണ് Y and X. Y and X. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ എടുത്താലും അതിന്റെ എൻഡിലുള്ള ആംഗിൾസ് ആണ് Y and X. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. There is two triangles. One is ADC, other one is ABC. There is a side common. There is a side common. That means two angles have one side equal. ഒരു സൈഡ് പൊതുവായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ട് അതായത് തുല്യമായിട്ട് ഒരു വശമുണ്ട്. അതൊന്ന്. Then next, the angles at the end of the equal sides are also equal. അതായത് ഈക്വൽ സൈഡ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അതായത് ഇത് ഈക്വൽ ആയിട്ടുള്ള സൈഡാണ്. ഇതിന്റെ അറ്റത്ത് എക്സും വൈയാണ്, ഇതിന്റെ അറ്റത്തും എക്സും വൈയാണ്. അങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും ആ സൈഡിന്റെ രണ്ടറ്റത്തുള്ള കോണും അതേപോലെ വേറൊരു ത്രികോണത്തിന്റെ വേറൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള കോണും ഈക്വൽ ആണെങ്കിൽ that type of triangles we can call as equal triangles. അപ്പൊ അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആൾസോ ഈക്വൽ. ഈക്വൽ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആൾസോ ഈക്വൽ. അപ്പൊ നോക്കുക, ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC. എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് BC. ഇവിടെ എക്സ് എവിടെയാ? ഇതല്ല. ഈ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AD. അല്ല, അപ്പോ നമുക്ക് എന്ത് കിട്ടി? AD എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അത് അടുത്തത് Y എടുക്കാം. വൈന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AB. വൈന്റെ ഓപ്പോസിറ്റ് സൈഡ് AB. ഇവിടെ Y എവിടെ? ഇവിടെ വൈന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC. അപ്പൊ ഇതും ഈക്വൽ ആണ് കിട്ടി. ഓക്കെ. പിന്നെ നമുക്ക് ഇതും എക്സും വൈ ആണ്. ഇതും എക്സും വൈ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ടോട്ടൽ ആംഗിൾ എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ആൾസോ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആൾസോ ഈക്വൽ. അങ്ങനെ പ്രൂവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഐഡിയക്ക് ഫസ്റ്റിൽ വരാൻ കാരണം എന്താണ്? നമ്മള് 7ാം ക്ലാസ്സിലത്തെ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന പ്രിൻസിപ്പിളാണ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. പിന്നെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഈക്വൽ സൈഡ്സ് ആൻഡ് ആംഗിൾസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഈക്വൽ സൈഡ്സ് ആൾസോ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഇത് ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട്
കൺസിഡർ ചെയ്യുക. മനസ്സിലായ? ഇനി അടുത്തത് അപ്പൊ എന്താ ഇനി ആദ്യങ്ങൾ എന്താ ചെയ്ത ഇത് ക്രോസ് ചെയ്യുന്ന ലൈനാണ്. അതുകൊണ്ട് അത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നില്ല, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, ഒന്ന് വായിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആവും. ഇനി അടുത്ത് നോക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ ഒരു ഡയഗണലാണ് ഞാൻ വരച്ചത്. ഞാൻ രണ്ട് ഡയഗണൽ വരയ്ക്കുന്നത്. ഈ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് പി എന്ന പേരിട്ടു. ഡയഗണൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് പി എന്ന പേരിട്ടു. അപ്പൊ നമുക്ക് ഇവിടെ ആൾറെഡി 4 ആംഗിള് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. ഇനി അതേപോലെ തന്നെ ഇവിടെ 2 ലൈന് ക്രോസ് ചെയ്തു, അല്ല പാരലലായിട്ട് വരച്ചു. ഇവിടെ ഒന്ന് ക്രോസ് ചെയ്തു, അതായത് ഇവൻ ക്രോസ് ചെയ്തു. അപ്പോഴും നമുക്ക് ആംഗിൾസ് കിട്ടി. ഇവിടെ ഒരു ആംഗിളും കിട്ടി, ഇവിടെ ഒരു ആംഗിളും കിട്ടി, ഇവിടെ ഒരു ആംഗിളും കിട്ടി, ഇവിടെ ഒരു ആംഗിളും കിട്ടി. ഓക്കെ. അപ്പൊ ഞാന് ഇവിടെ നോക്കുക. ഇവിടെ എല്ലാ ആംഗിളും ഇവിടെ എല്ലാ ആംഗിളും എടുക്കുക. ആദ്യം ഇവിടെ എടുക്കുക. ഓക്കെ. ഇവിടെ ഇതിന് തുല്യമായ മറുകോൺ. ഇതിന്റെ മറുകോൺ ഏതാണ്? ഇതാണ്. ഇതിന്റെ മറുകോൺ ഏതാണ്? ഇതാണ്. അപ്പൊ ഞാൻ ഇതിന് എം എന്ന് കൊടുത്തു. അപ്പൊ ഇതെന്തായിരിക്കും? എം. എം എക്സും വൈയും ഒക്കെ എന്തിനാ കൊടുക്കണേ? അൺനോൺ നമ്പേഴ്സിനാണ്, നമുക്ക് അറിയാത്ത നമ്പേഴ്സിനാണ് നമ്മൾ വേരിയബിൾ കൊടുക്കുക. മനസ്സിലായോ? നമുക്ക് ഏതും അവിടെ ആക്കാം, പക്ഷെ അതന്നെ ആയിരിക്കണം ഇവിടെ. അവിടെ എം ആണ്, ഇവിടെ എം ആയിരിക്കും. ആ എം ചിലപ്പോൾ 10 ആണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും. എം ചിലപ്പോൾ 30 ഡിഗ്രി ആണ്, ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മളൊരു ഇമാജിൻ ചെയ്യാണ്, നമുക്ക് അറിയില്ലല്ലോ. അപ്പോ ഇവിടെ എം ആണ്, ഇവിടെ എം. ഇനി ഇവിടെ എൻ ആന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ എത്ര കാരം? എൻ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് കിട്ടിയത് ആംഗിൾസ് ഒക്കെ കിട്ടി. ആംഗിൾസ് എല്ലാം കിട്ടി. ഇനി നോക്കട്ടോ, നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നറിയാം. പിന്നെന്താ അറിയാം? ആംഗിൾസും അറിയാം. ഇനി നോക്കുക, അത് വെച്ചിട്ട് നമുക്ക് ഈ തിയറി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോ ഇത് എ ബി എന്ന സൈഡും ഡി സി എന്ന സൈഡും ഈക്വലാണ് അല്ലെ? പറഞ്ഞിട്ടില്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതിന്റെ എൻഡിലുള്ള കോണ് എക്സും എന്നും സൈഡ്സ് ഈക്വൽ ആണ്. അതിന്റെ എൻഡിലുള്ള ആംഗിൾസും ഈക്വൽ ആണ്. Then these two triangles are equal triangles. ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട്, രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആംഗിൾസ് ആയതുകൊണ്ട്, ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സൈഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണം എടുക്കും. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് പി ബി. എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് പി ബി ഈക്വൽ ടു, ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? പി ഡി. എങ്ങനെ കിട്ടി മനസ്സിലായല്ലോ അല്ലെ? ഇത് രണ്ടും, ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സൈഡും ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് പി ബി ഈക്വൽ ടു പി ഡി. അതേപോലെ തന്നെ
ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഈക്വലാന്ന് കിട്ടി അല്ല. അപ്പോ പി എന്ന് പറയുന്നത് ബി ഡിയുടെ എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും തുല്യാണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, ഈ പോയിന്റ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബി ഡിയുടെ മധ്യത്തിലുള്ള ബിന്ദു ആയിരിക്കും. സെൻട്രൽ മിഡ് പോയിന്റ് ആയിരിക്കും. എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോ therefore P is the midpoint of BD. Midpoint of PD. അപ്പോ ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടി, അത് അവിടെ നിർത്തും. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ രണ്ടും എടുത്തു. ഇവിടെ വൈന്റെ ഓപ്പോസിറ്റ് ഇല്ല ഏതാണ്? വൈന്റെ ഓപ്പോസിറ്റ് പി ഡി. വൈന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ നമ്മൾ ചെയ്ത്? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് രണ്ടും എടുക്കാം. ഏതാണ്? ഇത് രണ്ടും എടുക്കും. അത് രണ്ടും എടുക്കുമ്പോ എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ബി പി. എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ബി. വൈന്റെ ഓപ്പോസിറ്റ് എടുത്തു. ഇവിടെ വൈന്റെ ഓപ്പോസിറ്റ് എടുത്തു. ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് എടുക്കാം. എന്നിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? എ പി. എന്നിന്റെ ഓപ്പോസിറ്റ് എ പി. ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് എ പി. ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് പി സി. മനസ്സിലായോ? അതായത് ഇവിടെ എന്നിന്റെ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണല്ലോ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതിന്റെ എൻഡിലുള്ള കോണ് ഈക്വൽ ആണ്. അപ്പോ ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് എ പി. ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് പി സി. ഇത് രണ്ടും ഈക്വൽ ആവുമ്പോ പി എന്ന് പറയുന്നത് ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? പി എന്ന് പറയുന്നത് ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ആദ്യം ചെയ്തത് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായത് ഇവിടെ നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എൻ എടുത്തു. എൻ എടുത്തിട്ട് എന്ത് ചെയ്തു? പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് വിചാരിച്ചു. അപ്പൊ എന്നിന്റെ ഓപ്പോസിറ്റ് എ പി ആണെന്നും ഇവിടെ എന്നിന്റെ ഓപ്പോസിറ്റ് പി സി ആണെന്നും. അപ്പൊ എന്നും പി സിയും എ പിയും ഈക്വൽ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ലൈനും ഈക്വൽ ആണെങ്കിൽ അത് അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കൂലേ? ഇപ്പൊ 20 വിചാരിക്കുക. അപ്പൊ ഇത് 10 ആണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20ന്റെ സെന്റർ ആയിരിക്കൂലേ? അതല്ലേ 10 കിട്ടുള്ളൂ. അപ്പൊ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇതും മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഒരു പാരലലോഗ്രാമിന്റെ ഈ ഡയഗണൽസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യണ ആ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ഡയഗണലിന്റെയും മിഡ് പോയിന്റ് ആക്കാരം. Then the diagonals bisect each other. Bisect എന്ന് പറഞ്ഞാല് ഈക്വൽ ആയിട്ട് രണ്ട് ഭാഗത്ത് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ഈച്ച് അതർ, രണ്ടായിട്ട് ഭാഗിക്കുക. മനസ്സിലായോ? കറക്റ്റ് രണ്ടായിട്ട് ഭാഗിക്കും. തുല്യമായ രണ്ട് ഭാഗം, അതാണ് ബൈസെക്ട്. അപ്പോ പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്ട് ഈച്ച് അതർ. അത് ഓരോന്നും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഇത്, ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും.
മനസ്സിലായോ? അപ്പൊ അത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കില് എക്സ്പ്ലെയിൻ ചെയ്യണുണ്ട് പാരലലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വല്. In any parallelogram, the point of interaction of the diagonals is the midpoint of both. രണ്ടിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ബൈസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ. ഇനി ഡയഗണൽസ് ബൈസെക്ട് each other, അതും അടിയിൽ എഴുതിയിട്ട് ഇനി അത് in any parallelogram the diagonals bisect each other. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ അതില്. മനസ്സിലായോ? പാരലലോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പുതിയതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? അതിന്റെ ഡയഗണൽസ് ഇങ്ങനെ. അപ്പൊ ഒരു ഡയഗണൽസ് ഒരു പാരലലോഗ്രാമിന്റെ ഈ ഡയഗണൽ ഇങ്ങനെ വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുള്ളൂ, ഇത് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? ഇത് 5 ആണെങ്കിൽ ഇത് എത്രയേക്കാരം? 5 ഏക്കാരം. അതാണ് അതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ അല്ലെ? മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. പുതിയതായിട്ടില്ലാണ്. ആദ്യത്തെ 7ാം ക്ലാസ്സിലാണ് ബാക്കിയുള്ളതൊക്കെ. എങ്ങനെ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, പിന്നെന്താ പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഇതാണ് പാരലലോഗ്രാം അല്ലെ? അതവിടെ വെക്കട്ടെ. ഇത് പുതിയത്, നമ്മൾ പുതിയതായിട്ട് ഇപ്രാവശ്യം ഈ കൊല്ലം പഠിച്ചതാണ് എന്ത്? ദ ഡയഗണൽസ് വിൽ ബി ബൈസെക്ട് ഈച്ച് അതർ. കേട്ടോ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി ഞാൻ വേറൊന്ന് വിശദീകരിച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോയിൽ. കേട്ടോ? ഓക്കെ.